ഹലോ, ഇന്നൊരു ബർത്ത്ഡേ ഹാമ്പറാണ് ട്ടോ ചെയ്യണത്. ഇതിന് മുന്നേ ഉപ്പ മക്കൾക്ക് കൊടുത്ത സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. ആ കസ്റ്റമർ തന്നെയാണ് കേട്ടോ ഈ വർക്കും തന്നിട്ടുള്ളത്. ഇതിൽ കസ്റ്റമർ ഇൻക്ലൂഡ് ആക്കാൻ പറഞ്ഞിട്ടുള്ളത് 2 ഡ്രസ്സും അതുപോലെ ഒരു ഫ്രെയിമും പിന്നെ മുസല്ലിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും. അതാണ് ഈ ഒരു ഹാമ്പറിൽ നമുക്ക് ഇൻക്ലൂഡ് ആക്കാനുള്ളത്. ഡ്രസ്സൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ മേടിച്ചത്. കസ്റ്റമറിന് ഫോട്ടോ അയച്ചെടുത്തിട്ട് അവർ സെലക്ട് ചെയ്തതാണ്. ഞാൻ ഈ ഹാമ്പർ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ഇതുപോലെ ഓരോ വർക്കൊക്കെ നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്യിപ്പിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്തിനാ എത്ര പൈസ വാങ്ങണത്, ഓല് വെറുതെ ബോക്സിൽ ഇങ്ങനെ ഇട്ടിങ്ങനെ തരുന്നതിന് എന്തിനാ എത്രയൊക്കെ പൈസ എന്നൊക്കെ. പക്ഷേ ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത് എത്രത്തോളം എഫേർട്ട് ഇടണം ഇതിൽ, അതുപോലെ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണം ഓരോ സാധനം പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് സെറ്റ് ചെയ്യാനും കാര്യങ്ങളും നമ്മളൊരു വീഡിയോയിൽ കാണുന്ന അത്ര സിമ്പിളല്ല കേട്ടോ ഒന്നും. ഏതൊരു ഫീൽഡായാലും നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെന്ന് വർക്ക് ചെയ്യുമ്പോഴേ നമുക്ക് അതിന് എത്രത്തോളം അതിൻ്റെ എഫേർട്ട് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ ഹാമ്പർ കൊറിയർ ചെയ്ത് കൊടുക്കാനുള്ളതിന് കേട്ടോ കസ്റ്റമർ നിർബന്ധം ഉണ്ടായിനി ഇത് നേരിട്ട് വീട്ടിലെത്തണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അയച്ചത്. ഇതിൽ ഫ്രെയിം ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിനി ഇത് ഡാമേജ് ഇല്ലാതെ അവിടെ എത്തുമോ എന്നുള്ളത്. ഞാൻ മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന പോലെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് ഡ്രസ്സിൻ്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ടാണ് കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭാഗ്യത്തിന് ഡാമേജ് ഒന്നും സംഭവിച്ചില്ല. കസ്റ്റമർ മെസ്സേജ് അയച്ചിട്ട് ഡാമേജ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ സമാധാനമായത്. പിന്നെ ഇത് ആളുടെ വൈഫിന് വേണ്ടിയിട്ട് ചെയ്ത വർക്കാണ് കേട്ടോ.